Good morning, dear traders. Welcome back to another video of pre-market analysis. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ USD പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ഒരു ബൈ-സെൽ ലിക്വിഡിറ്റി ആയിരുന്നു USD എടുക്കാൻ വേണ്ടി നോക്കിയത്. അതുവരെ നമ്മൾ ബുള്ളിഷാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച മുതൽ. ഈ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ ഈ മന്ത് ഫസ്റ്റ് മുതലേ ബുള്ളിഷായിരുന്നു. ഇപ്പോൾ വിചാരിച്ച പോലെ തന്നെ ഈ ഒരു ബൈ-സെൽ ലിക്വിഡിറ്റി ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഈ ഒരു ബൈ-സെൽ ലിക്വിഡിറ്റി എടുക്കുമെന്നുള്ളത് ഈ ആഴ്ച തന്നെ. അത് ഇന്നലെ തന്നെ എടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 1 ഡേ ടൈം ഫ്രെയിമിൽ ഒരു ബുള്ളിഷ് FEG ഉണ്ട്. ഈ ബുള്ളിഷ് FEGയിൽ വന്നു കഴിഞ്ഞാൽ ബൈസ് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ബേസിസിലാണ് സംസാരിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 4 ഹവർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഹവർ ടൈം ഫ്രെയിമിലേക്ക് നമുക്കൊന്ന് ജമ്പ് ചെയ്യാം. 4 ടൈം ഫ്രെയിമിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു ബെയറിഷ് FEG കാണാം. അതായത് നമുക്കൊരു ആക്ച്വലി ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് 1 ഹവർ ടൈം ഫ്രെയിമിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ 1 ഹവർ ടൈം ഫ്രെയിമിൽ ഈ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിൻ്റെ ഒരു റീടെസ്റ്റ് ആണ് നമ്മൾ ഇതിനടുത്തായിട്ട് നോക്കുന്നത്. അതായത് ഇൻട്രാഡേ ബേസിസിൽ നമ്മൾ സെല്ല് നമ്മൾ USD നമുക്ക് നോക്കാം അൺടിൽ ഈ ഒരു ബുള്ളിഷ് FEG വരെ. മനസ്സിലായി? ഈ ബുള്ളിഷ് FEG വരെ നമുക്ക് USD നമ്മുടെ പ്ലാന് സെല്ലായിരിക്കും. അവിടെ എത്തിയതിന് ശേഷം അവിടുത്തെ പ്രൈസിൻ്റെ ആക്ഷൻ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ USD ഇനി ബൈ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പെയറിലേക്ക് പോവാം. അടുത്ത പേര് ഡോളറാണ്. USD നമ്മൾ നോക്കി. ഇനി അടുത്ത പേര് ഡോളറാണ്. നെക്സ്റ്റ് പെയർ ഡോളർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇത് നമുക്കൊരു മന്ത്ലി ടൈം ഫ്രെയിമിൽ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കാണ്. കഴിഞ്ഞ ആഴ്ചത്തെ അനാലിസിസ് വീഡിയോ, പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എത്ര വരെ ബെയറിഷ് ആയിരിക്കും എന്നുള്ളത്. ആ ഓർഡർ ബ്ലോക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ എത്തിയായിരുന്നു. അവിടെ ആക്ച്വലി വ്യാഴാഴ്ച തന്നെ എത്തിയായിരുന്നു. CPI നമ്മൾ ഡോളറിൽ ബെയറിഷ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിലൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരെ ബെയറിഷ് ആയിരുന്നു ഈ ഓർഡർ ബ്ലോക്ക് വരെ. ഇപ്പോൾ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് 1 ഡേ ടൈം ഫ്രെയിമോ ഒരു 4 ടൈം ഫ്രെയിമിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഡോളർ ബുള്ളിഷ് ആവാനുള്ള പ്രോബിലിറ്റി കൂടും. ഇനി അടുത്തായിട്ട് ഞാൻ ഡോളറിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ഈ ഒരു FEG വരെ ബുള്ളിഷ് ആക്ഷൻ ആയിരിക്കും. അതായത് ഈ ഡോളറിൽ ഈ ഒരു FEG 1 ഡേ ടൈം ഫ്രെയിമിൽ എത്തണ വരെ USD അതുപോലുള്ള കറൻസി പെയറിലൊക്കെ ബെയറിഷ് ആയിരിക്കും നമ്മുടെ വ്യൂ എല്ലാം. ഓക്കെ, ഡോളറിൽ ഇവിടെ എത്തുന്ന വരെ ബുള്ളിഷും ആയിരിക്കും. അടുത്തതായിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് ഗോൾഡ് നോക്കാം. ഗോൾഡിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, ഗോൾഡ് വീണ്ടും ഒരു പുതിയ ഹൈസ് ഇപ്പോൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കാനാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈയുടെ നിയറസ്റ്റ് ആയിട്ട് നിൽക്കാനാണ്. മിക്കവാറും ഈ ആഴ്ച അടുത്ത ആഴ്ച തൊട്ടാണ് നമുക്ക് ഈ ഓൾ ടൈം ഹൈ ഗോൾഡ് മേക്ക് ചെയ്യുന്നതായിട്ട് കാണാം വിത്തിൻ ഫ്യൂ ഡേയ്സ് ഓഫ് വീക്ക്. ഓക്കെ, ഗോൾഡിൽ ഐ എം സ്റ്റിൽ ബുള്ളിഷ്. ഞാൻ ബുള്ളിഷ് ട്രേഡർ മാത്രമേ ഗോൾഡിൽ ഞാൻ നോക്കുന്നുള്ളൂ. ബെയറിഷ് ആവാനുള്ള യാതൊരുവിധ ചാൻസും കാണുന്നില്ല. ഇനിയിപ്പോൾ ഇൻട്രാഡേ ബേസിസിൽ ഒന്ന് ബെയറിഷ് ആയാൽ മാത്രം, സ്വിംഗ് ബേസിലല്ല ഇൻട്രാഡേ ബേസിസിൽ ബെയറിഷ് ആവണമെങ്കിൽ മാത്രം ഈ ഒരു ബുള്ളിഷ് ഇവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG ഉണ്ട്. ആ FEG വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ആവും. ബൈസ് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലും 30 മിനിറ്റ് ടൈം ഫ്രെയിമിലും സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ബുള്ളിഷ് ആക്ഷൻസ് മാത്രമേ ബുള്ളിഷ് ട്രേഡുകൾ മാത്രമേ ഞാൻ ഗോൾഡിൽ നോക്കുന്നുള്ളൂ. ഓക്കെ, ഫൈനലി നമുക്ക് ഇന്നത്തെ ന്യൂസുകൾ നോക്കാം. എന്തൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് എന്നുള്ളത്. ട്യൂസ്ഡേ ഇന്ന് CAD-ലും USD-ലുമായിട്ടാണ് റെഡ് ഫോൾഡർ ന്യൂസ് ഉള്ളത്. CAD-ൽ നമ്മൾ ട്രേഡ് ഇപ്പോൾ തൽക്കാലം നോക്കാത്തതുകൊണ്ട് നമുക്ക് CAD നോക്കണ്ട, USD നോക്കിയാൽ മതി. കോർ റീറ്റെയിൽ സെയിൽസും ആണ് എന്നുള്ളത്. ഇത് അത്യാവശ്യം മാർക്കറ്റിൽ മൊമെന്റം തരുന്ന ഇതാണ് ന്യൂസാണ്. ലോവർ ടൈം ഫ്രെയിമിലൊക്കെ, അതായത് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലും ആൻഡ് ബിലോയിൽ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ SL ട്രിഗർ ആവാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം ബ്രീത്തിങ് സ്പേസോടെ, അതായത് ഒരു 1 ഹവർ ആൻഡ് അബൌട്ട് ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യം ബ്രീത്തിങ് സ്പേസോടെ ആണ് SL വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ SL ട്രിഗർ ആവാനുള്ള പ്രോബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, ടോപ്പ് ഓഫ് ദാറ്റ് ബയാസിനനുസരിച്ചുള്ള ട്രേഡും കൂടെ ആയിരിക്കണം, എന്നാൽ മാത്രമേ SL ട്രിഗർ ആവാതിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സൈനിങ് ഓഫ്, ഫൗസ് ഫ്രം കറൻസി പിപ്സ്.